ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതുമായ മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഇന്നിവിടെ കറി വെക്കാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ മീനാണ്. ഇതിന്റെ പേര് സൂത അല്ലെങ്കിൽ കേദർ എന്നാണ്. ഞങ്ങളിവിടെ കൂടുതലായും ഇതിന് സൂത എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താണെന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മീൻ വെട്ടി കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി സൂതക്കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, 2-3 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, കടുക്. നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇപ്പൊ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴന്നതിന് ശേഷം തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി, പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ഇട്ട വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. ഇനി ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ നമ്മുടെ മീൻകറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ചേർക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് മൂടി വെക്കാം. നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായ കേദർ മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില, ഉലുവ എന്നിവ ചേർക്കാം. അത് ഓപ്ഷണലാണ്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.